ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഫേസ് ആൻഡ് ബോഡി സെറാണ്. 100% നാച്ചുറലായിട്ട് ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്ത 100% റിസൾട്ട് തരുന്ന ഒരു ഫേസ് ആൻഡ് ബോഡി സെറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഫേസ് ആൻഡ് ബോഡി സെറം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലാക്സീഡാണ്. ഫ്ലാക്സീഡിനെ കുറിച്ച് മുൻപ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പാക്കൊക്കെ ഫ്ലാക്സീഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി കാണുന്നവർക്കൊക്കെ അതറിയാം. നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്ക് എന്തായാലും പിടികിട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് എവിടെ കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഇനി ഓൺലൈനിലൊക്കെ ഫ്ലാക്സീഡ് അവൈലബിൾ ആണ്. നമുക്കിത് പൊടിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഹെയർ മാസ്കിലൊക്കെ ഇടാവുന്നതാണ്. ഇത് നമ്മളെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. അതുപോലെ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മളുടെ ഫേസിലും ബോഡിയിലൊക്കെ ഉള്ള പാടുകൾ മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഇതിനടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്നെ സ്കാർസ് ഒക്കെ ഇല്ലേ, പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിവേഗം പോകാനായിട്ടും ഈ ഫ്ലാക്സീഡ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലാക്സീഡാണ്. ഇത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. നമ്മൾ സെറം ഉണ്ടാക്കുമ്പോൾ ഫ്ലാക്സീഡ് മസ്റ്റായിട്ടും വാങ്ങിക്കണം. ഇത് ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബട്ടർഫ്ലൈ പീ ആണ്. അതായത് നമ്മൾ ശംഖുപുഷ്പം എന്ന് പറയും. അപ്പോൾ ഈ കളറുള്ള പർപ്പിൾ കളറുള്ള തന്നെ നമ്മൾ വാങ്ങിക്കുക. ഇതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൗഡർ ഓൺലൈനിൽ അവൈലബിൾ ആണ് കിട്ടാൻ. ഇപ്പോൾ നമുക്കിവിടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നായതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കിട്ടുന്നില്ല വെച്ചാൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഇതിൻ്റെ പൗഡർ തന്നെ, ഉണക്കിയ പൗഡറോ അല്ലെങ്കിൽ ഉണക്കിയ പൂക്കൾ തന്നെയോ വാങ്ങിക്കാം. ഇത് ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയ ഒന്നാണ്. അതുപോലെ തന്നെ സ്കിൻ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് കിട്ടാനായിട്ടും ഈ പൂവ് നമ്മളെ സഹായിക്കും. ഫ്ലാക്സീഡ് പോലെ തന്നെ നമുക്ക് ഈ ഫ്ലവർ ഉപയോഗിച്ച് ടീ ഉണ്ടാക്കി കഴിക്കാം. ഞാനത് മുമ്പത്തെ ഇതിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെ ഡ്രിങ്ക്സ് ഉണ്ടാക്കണതും അതുപോലെ തന്നെ അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഗുണങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോസ് കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കാണണം. കാരണം ഉപകാരപ്രദമായ 2 വീഡിയോ ആണ് അത്. അപ്പോൾ ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതും കൂടെ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസ് ആൻഡ് ബോഡി സെറം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ ഞാൻ 1 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലവേഴ്സിലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവണം. ചിലപ്പോൾ അതിനകത്ത് ഉറുമ്പും പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നന്നായി കഴിയുന്ന ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ കളറൊക്കെ ഇതിലേക്ക് നന്നായി ഇളകി വരും. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കാം. ഫ്ലാക്സീഡ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു ജെല്ല് ടൈപ്പിലാവും. അതായത് നമ്മൾ അലോവേര ജെല്ലൊക്കെ എടുക്കില്ല, ആ ഒരു പോലെ വരും. ആദ്യമായിട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത്. കാണുന്നവർ പറയും ചേച്ചി എന്തേ പറയണമെന്ന് ഓർക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു എന്താ പറയുക, ഫ്ലഷി പോലെ നന്നായിട്ട് ഒരു തിക്കായിട്ട് വരും. കണ്ടോ, കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മൾ ഇട്ടിട്ട് പോവുകയും ചെയ്യരുത്. ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് നമുക്കറിയാൻ പറ്റും. നന്നായിട്ട് അത് അതിൻ്റെ ഒരു വെള്ളം നന്നായിട്ട് തിക്കാവണം നമുക്ക് അറിയാൻ പറ്റും. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനോടൊപ്പം തന്നെ ഇളക്കിയും കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. കണ്ടോ, ഇനി നെക്സ്റ്റ് നമുക്ക് അധികം വൈകാണ്ട് തന്നെ ഇത് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് തിക്കാവും. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലേക്ക് നമ്മളിത് മാറ്റി വയ്ക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കരുത്. സെറം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ നമ്മളിത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ റൂം ടെമ്പറേച്ചർ ഉപയോഗിച്ച് ഇത് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക.
അതിനോടൊപ്പം തന്നെ നമുക്ക് ഹാഫ് സ്പൂൺ ഗ്ലിസറിനോട് ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് എസൻഷ്യൽ ഓയിൽ, ഇതും ഓപ്ഷണലാണ്. റോസ് എസൻഷ്യൽ ഓയിലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിത് ഫേസിൽ, നമ്മളുടെ ഫുൾ ബോഡിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിലേക്ക് നന്നായിട്ട് പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടീ ട്രീ എസൻഷ്യൽ ഓയിൽ 2-3 ഡ്രോപ്സ് ചേർത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളൊരു ഗ്ലാസ് ഇതിലൊരു ബോട്ടിലിട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു കൈയിട്ട് എടുക്കരുത് കേട്ടോ, കാരണം വെച്ചാൽ നമുക്ക് പിന്നീട് ഇത് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും, എളുപ്പം ചീത്തയാവും. ഒരു 2-3 ഡേയ്സ് അത്രയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കതൊരു 8-10 ദിവസത്തോളം ഇരിക്കും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് കൈ ഇടരുത്. അതിന് പകരമായിട്ട് നമ്മൾ നന്നായിട്ട് തൂത്ത് തുടച്ച ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ ഫേസിലും നമ്മുടെ ബോഡിയിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയ ഫേസ്, നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ഫേസിലും ബോഡിയിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ജെൻറ്റിൽ മസാജ് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും കേട്ടോ. നമ്മൾ എന്തോരം ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ സെറമൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. ഇതൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക, അധികം പൈസയൊന്നും നമുക്ക് മുടക്കില്ല. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ എഫക്റ്റീവായുള്ള റിസൾട്ട് നൽകുകയും ചെയ്യും. ഒരു എന്താ പറയുക, ഹാർംഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ലിപ്സിലും നമുക്കിത് യൂസ് ചെയ്യാം, കണ്ണ് താഴെ യൂസ് ചെയ്യാം, ബോഡിയിൽ യൂസ് ചെയ്യാം, കൈകാലിലൊക്കെ യൂസ് ചെയ്യാം. നല്ല പോലെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതിന് ശേഷം നമുക്ക് നമ്മളുടെ ഒരു അബ്സോർബ് ആയതിന് ശേഷമുള്ള ഇതാണ്. ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല, അതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇത് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും കേട്ടോ. അതിന് തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്ക് പേജും ഉണ്ട് നമുക്ക്, അത് ഹാപ്പി ബീഡ്സ് TV തന്നെയാണ്. അതും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പർ 9496532598. എന്തെങ്കിലും നമുക്ക് കമൻറ്റ് ചോദിക്കാനുണ്ട്, തീർച്ചയായിട്ടും ആ വഴിയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.